എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബുക്ക് മൈ ഷോ കാർത്തികേയൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ആദ്യ മണിക്കൂറിൽ തന്നെ ട്രെൻഡിംഗ് ആയി രാവണപ്രഭു റെക്കോർഡുകൾ തൂക്കുമെന്ന് ഇതോടെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മംഗലശ്ശേരി നീലകണ്ഠനും മകൻ കാർത്തികേയനും തിയേറ്ററുകളിൽ കീഴടക്കാൻ വീണ്ടും എത്തുന്നു. പുതിയ ദൃശ്യ ശബ്ദ വിസ്മയങ്ങളുമായി 4K അറ്റ്മോസ്ഫിയറിൽ ഒക്ടോബർ 10-നാണ് രാവണപ്രഭു വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. റെക്കോർഡ് ബുക്കിംഗ് ആണ് സിനിമക്ക് ആദ്യ മണിക്കൂറിൽ തന്നെ ലഭിച്ചത്. ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ മണിക്കൂറിൽ തന്നെ ബുക്ക് മൈ ഷോയിൽ നിന്നും ഏകദേശം 5680-ൽ പരം ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത്. ഇതും വരും മണിക്കൂറിൽ വർദ്ധിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ബുക്ക് മൈ ഷോയിലൂടെ ഈയൊരു ബുക്കിംഗ് സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിൽ ചിത്രം ആദ്യ ദിവസം തന്നെ കേരള ബോക്സ് ഓഫീസിലടക്കം മികച്ചൊരു കളക്ഷൻ നേടുമെന്ന്, അതും റെക്കോർഡ് കളക്ഷൻ നേടുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. സംവിധായകൻ രഞ്ജിത്ത് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ഈ ചിത്രത്തിലെ ജനപ്രിയനായ മംഗലശ്ശേരി നീലകണ്ഠനും കാർത്തികേയനും മുണ്ടക്കൽ ശേഖരനുമൊക്കെ പ്രേക്ഷകരുടെ എക്കാലത്തെയും ജനപ്രിയ കഥാപാത്രങ്ങളാണ്. ആശീർവാദ് സിനിമാസാണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചിരുന്നത്. മംഗലശ്ശേരി നീലകണ്ഠൻ, കാർത്തികേയൻ എന്നിങ്ങനെ ഇരട്ട വേഷങ്ങളിലായിരുന്നു ലാലേട്ടൻ സിനിമയിലെത്തിയത്. അതേസമയം നേരത്തെ റിലീസിനെത്തിയ ലാലേട്ടൻ ചിത്രമായ ചോട്ടാ മുംബൈ വൻ കളക്ഷൻ ആയിരുന്നു രണ്ടാം വരവിലും നേടിയത്. 18 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിലെത്തിയ ചിത്രം വൻ ഓളമാണ് തിയേറ്ററുകളിൽ സൃഷ്ടിച്ചത്. ലാലേട്ടൻ അൻവർ റഷീദ് ടീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ചോട്ടാ മുംബൈ. ബെന്നി പി നായരമ്പലമായിരുന്നു ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത്. അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെയാണ് രാവണപ്രഭുവിന്റെ 4K റീമാസ്റ്റർ പതിപ്പ് ഒക്ടോബർ 10-ന് അത് കഴിഞ്ഞ് സിനിമ കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.